ധാരാളം മികച്ച സിനിമകൾ പിറന്ന വർഷം. ഒപ്പം അഭിനേതാക്കളുടെ നിരയിലും ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ. ഈ സാഹചര്യം അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ളതായിരുന്നു 49ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയം. പ്രമുഖ സംവിധായകൻ കുമാർ സാഹ്നി ചെയർമാനായ ജൂറി പക്ഷെ പൊതുവെ നിഷ്പക്ഷമായ നിലപാട് എടുത്താണ് അവാർഡ് പ്രഖ്യാപിച്ചത്. എന്നാൽ അവാർഡിനെ തുടർന്ന് ചില വിവാദങ്ങൾ പതിവ് പോലെ ഉണ്ടായിട്ടുമുണ്ട്. അതിലൊന്ന് ഇത്തവണ ചലച്ചിത്ര അവാർഡിന് തന്നെ പരിഗണിക്കരുതെന്ന് മോഹൻലാൽ ജൂറിയോട് അഭ്യർത്ഥിച്ചിരുന്നു എന്ന വാർത്തകളാണ്. ഇത് ജൂറി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ മോഹൻലാൽ അങ്ങനെ കത്ത് കൊടുത്തുവെന്നാണ് വ്യാപക പ്രചാരണം. ഒടിയൻ, കായംകുളം കൊച്ചുണ്ണി എന്നീ സിനിമകളിലെ മോഹൻലാലിന്റെ അഭിനയം അവാർഡിന് പരിഗണിച്ചിരുന്നുവെന്നും എന്നാൽ ലാലിന്റെ അഭ്യർത്ഥന മാനിച്ച് ഒഴിവാക്കുകയായിരുന്നുവെന്നുമാണ് അദ്ദേഹത്തിന്റെ തന്നെ ആരാധകർ പറഞ്ഞു പരത്തുന്നത്. എന്നാൽ ലാലും മഞ്ജു വാര്യരുമൊക്കെ മത്സരത്തിൽ ആദ്യ റൗണ്ടിൽ തന്നെ പുറത്താവുകയായിരുന്നു എന്നതാണ് വാസ്തവം. മാത്രമല്ല, ഒടിയനിലും കായംകുളം കൊച്ചുണ്ണിയിലുമൊന്നും അവാർഡിന് പരിഗണിക്കത്തക്ക നിലവാരമുണ്ടായിരുന്നില്ലെന്നും പറയപ്പെടുന്നു. എന്നിട്ടും എന്നെ പരിഗണിക്കരുതെന്ന് പറയുന്നത് കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന ചൊല്ലുപോലെയാണെന്നാണ് സോഷ്യൽ മീഡിയയുടെ വിമർശനം. ജയസൂര്യ, ക്യാപ്റ്റൻ, ഞാൻ മേരിക്കുട്ടി, സൗബിൻ ഷാഹിർ, സുഡാനി ഫ്രം നൈജീരിയ, ജോജു ജോർജ്, ചോല ജോസഫ്, ഫഹദ് ഫാസിൽ, കാർബൺ, വരത്തൻ, ഞാൻ പ്രകാശൻ എന്നിവരാണ് മികച്ച നടനായി അവസാന പട്ടികയിൽ എത്തിയതെന്നാണ് ലഭിക്കുന്ന വിവരം. ജയരാജിന്റെ രൗദ്രത്തിലൂടെ രഞ്ജി പണിക്കരും സാധ്യതാ ലിസ്റ്റിൽ ഇടം പിടിച്ചിരുന്നു. അവസാന നിമിഷമുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ജൂറി ഏറെ വിഷമിച്ചാണ് ജയസൂര്യയ്ക്കും സൗബിനും ഒന്നിച്ച് മികച്ച നടനുള്ള പുരസ്കാരം കൊടുക്കാൻ തീരുമാനിച്ചത്. സൗബിൻ ഷാഹിറിനെ ഐകകണ്ഠേനയാണ് തെരഞ്ഞെടുത്തത്. ജോജു ജോർജിന് മികച്ച സ്വഭാവ നടനുള്ള അവാർഡ് കൊടുത്തു. പക്ഷേ ഞാൻ പ്രകാശൻ, കാർബൺ എന്നീ ചിത്രങ്ങളിലെ ഫഹദിന്റെ അഭിനയത്തെ താഴ്ന്നതിനെതിരെ ജൂറിയിൽ കടുത്ത ഭിന്നതയുമുണ്ടായിരുന്നു. ജയസൂര്യയേക്കാൾ അഭിനയത്തിന്റെ റേഞ്ച് നോക്കുമ്പോൾ ഫഹദാണ് അവാർഡിന് അർഹനെന്ന് അഭിപ്രായം പൊതുവെ ഉയർന്നിരുന്നു. ഒടുവിൽ ചെയർമാന്റെ അഭിപ്രായം കൂടി കണക്കിലെടുത്തും പതിവുകൾക്ക് വിപരീതമായി ഞാൻ മേരിക്കുട്ടി എന്ന സിനിമ ട്രാൻസ്ജെൻഡർ പക്ഷത്ത് നിൽക്കുന്നത് കൊണ്ടുമാണ് ജയസൂര്യയ്ക്ക് നറുക്ക് വീണത്. ഫലത്തിൽ ഈ ഒരു വേഷം ചെയ്യാനുള്ള ജയസൂര്യയുടെ ബുദ്ധിമുട്ടുകൾക്കുള്ള അംഗീകാരം കൂടിയായിരുന്നു അത്. മമ്മൂട്ടിയും അവാർഡ് ചിത്രങ്ങളിൽ എവിടെയും ഇടം പിടിച്ചിരുന്നില്ല. പരോൾ, അബ്രഹാമിന്റെ സന്തതികൾ, അങ്കിൾ, സ്ട്രീറ്റ് ലൈറ്റ് എന്നീ മമ്മൂട്ടി ചിത്രങ്ങൾ അവാർഡിന് അയച്ചു കൊടുത്തവയിൽ ഉൾപ്പെട്ടിരുന്നു. നിമിഷ സജയൻ, ചോല, ഒരു കുപ്രസിദ്ധ പയ്യൻ, ഉർവശി, എന്റെ ഉമ്മാന്റെ പേര്, ഐശ്വര്യ ലക്ഷ്മി, വരത്തൻ തുടങ്ങിയവരെയാണ് മികച്ച നടിക്കായുള്ള മത്സരത്തിൽ അവസാന ഘട്ടത്തിലെത്തിയത്. ആമിയിലും ഒടിയനിലുമുള്ള മഞ്ജുവിന്റെ പ്രകടനം ആദ്യ റൗണ്ടിൽ തന്നെ തള്ളിപ്പോയിരുന്നു. റിയലിസ്റ്റിക് ആയ അഭിനയത്തിന്റെ ബലത്തിൽ നേരിയ വ്യത്യാസത്തിനാണ് നിമിഷ ഒന്നാമതെത്തിയത്. ഉർവശിയും ഐശ്വര്യ ലക്ഷ്മിയും അവസാന ഘട്ടത്തിലും തൊട്ടുപിന്നിലുണ്ടായിരുന്നു എന്നാണ് ജൂറി അംഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. 104 ചിത്രങ്ങളാണ് ഇത്തവണ ചലച്ചിത്ര പുരസ്കാരത്തിന് മത്സരിച്ചത്. അതിൽ 100 എണ്ണം ഫീച്ചർ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടാമെന്നുള്ളതിനാൽ രാത്രി വൈകിയും സിനിമകൾ കണ്ടാണ് ജഡ്ജിംഗ് കമ്മിറ്റി പുരസ്കാര നിർണയം നടത്തിയത്. പ്രമുഖ സംവിധായകൻ കുമാർ സാഹ്നിക്കു പുറമെ സംവിധായകരായ ഷെറി ഗോവിന്ദൻ, ജോർജ് കിത്തു, ഛായാഗ്രാഹകൻ KG ജയൻ, നിരൂപകൻ വിജയകൃഷ്ണൻ, എഡിറ്റർ ബിജു സുകുമാരൻ, സംഗീത സംവിധായകൻ PJ ഇഗ്നേഷ്യസ്, നടി നവ്യ നായർ, മോഹൻദാസ് എന്നിവരും അംഗങ്ങളായ ജൂറിയാണ് അവാർഡ് പ്രഖ്യാപിച്ചത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മറുനാടൻ TV.